തെലുങ്കിലൊരു ചെറിയ പ്രസംഗം ഇത് കഴിയുമ്പോൾ ഉണ്ടാവും. നമ്മൾ തെലുങ്ക് കേട്ടിട്ടുമില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാനൊരു കടം തീർക്കാനും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. 2006 ഡിസംബർ 29 എൻ്റെ പട്ടത്തിൻ്റെ തലേ ദിവസം അന്ന് വീട്ടിലൊരു മീൻകറി ഉണ്ടാക്കി തന്നായിരുന്നു സോജി. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിലുണ്ട്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നിന്റെ കല്യാണം ഞാൻ കെട്ടിച്ച് തന്നേക്കാൻ പറഞ്ഞായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് അതിനെനിക്ക് സാധിച്ചില്ല. പിന്നെ അന്ന് അത് പരിഭവം പറഞ്ഞ് ആദ്യത്തെ കൊച്ചിൻ്റെ മാമോദിസ നടത്താമെന്ന് പറഞ്ഞു. അതിന് സാധിച്ചില്ല. രണ്ടാമത്തെയാണോ ഒന്നാമത്തെയാണോ? രണ്ടാമത്തെ. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് രണ്ടാമത്തെ കൊച്ചിൻ്റെ മാമോദിസ, അതിന് ഞങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എന്നെ ഒന്ന് ഇംഗ്ലണ്ട് വരെ കൊണ്ടുപോയി. അവിടെ വെച്ച് ന്യൂപോർട്ട് എന്ന സ്ഥലത്ത് ഞാൻ സൂചിയുടെ വീട്ടിൽ പോവുകയും അവരെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴാണ് ഈ പരിപാടി ഞങ്ങൾ ഉറപ്പായിട്ടും വരും എന്നുള്ളത്. അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ് സോജി. അതുപോലെ തന്നെ വെണ്ണായത്തിലെ കുടുംബം, കുട്ടപ്പൻ ചേട്ടനും ചേച്ചി സജിയും, അതുപോലെ എല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ട അരികുളഞ്ഞോയിൽ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു ഗ്രാമത്തിലെ പ്രിയപ്പെട്ടവരാളുകളാണ്. അതുപോലെ തന്നെ ദിവസേന ചേട്ടൻ ഉണ്ട്. ചായക്കടയിൽ നിന്ന് കഴിച്ച ഉണ്ടക്കായുടെയൊക്കെ ടേസ്റ്റ് എൻ്റെ വായിലിപ്പോഴും ഉണ്ട്. ഇവരെല്ലാം ഒരു വീട് പോലെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഇതൊരു നിങ്ങളുടെ ഒരു കുടുംബത്തിലെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ഷിൻഡോച്ചനും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ വളരെ അടുത്താണ്. അപ്പോൾ ആ ഒരു സ്നേഹം നമുക്ക് ഇന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഇവാന്റെ ആദ്യ കുർബാന സ്വീകരണം നടത്തുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശ്വാസത്തോടെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശം തിരിച്ചറിയുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ വിളക്കന്നൂരെ പരിശുദ്ധ കുർബാനയിലെ അത്ഭുതം സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ വരുന്ന 31-ാം തീയതിയാണ്. വത്തിക്കാൻ സ്ഥാനപതി നേരിട്ട് വന്നത് വിശ്വാസത്യമായിട്ട് പറയുമ്പോൾ കുർബാനയിൽ ഈശോ ഉണ്ടെന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ വിശ്വാസം നമ്മൾ ഇവാന് ആ വിശ്വാസത്തോടുകൂടി ഈശോയെ കൊടുക്കുകയാണ്. ഇവാൻ, മലയാളം ഓർ ഇംഗ്ലീഷ്? മലയാളം. അപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള പ്രത്യേകത, പിള്ളേർക്ക് മലയാളം അറിയാൻ പാടില്ല, നമുക്കാണ് ഇംഗ്ലീഷും അറിയാൻ പാടില്ല. അതാണ് അവിടെയുള്ള പ്രത്യേകത. അപ്പം ഞങ്ങളിങ്ങനെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞാണ് പിള്ളേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈശോയ്ക്ക് എന്താണ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇവാന് തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ, വി ആർ ഗിവിങ് യു ദ ബെസ്റ്റ് ഫ്രണ്ട് എവർ ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനെ തരികയാണ്. ഈശോയാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. നമുക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന, എപ്പോഴും സംസാരിക്കാൻ പറ്റുന്ന, സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല കൂട്ടുകാരാണ്. എന്നൊക്കറിയാം, ഈ 10 വയസ്സിലാണ് പിള്ളേർക്ക് നമ്മൾ ആദ്യ കുർബാന കൊടുക്കുന്നത്. ഈ പ്രായത്തിൻ്റെ വലിയ പ്രത്യേകതയുണ്ട്. ഒരു 10 വയസ്സ് വരെ പിള്ളേരുടെ റോൾ മോഡൽ ആൺകുട്ടികളാണെങ്കിൽ അപ്പനും, പെൺകുട്ടികളാണ് അമ്മയും ഒക്കെയാണ്, വീടാണ്. ഇപ്പം നിങ്ങൾ പേരൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് കഴിഞ്ഞാൽ പിള്ളേർക്ക് നിങ്ങളോട് പഴയ മൈൻഡില്ല. അവരുടെ ലോകം പിന്നെ പുറത്താണ്. എന്ന് പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ് എന്ന് പറയും, അവരുടെ സമപ്രായക്കാരുടെ ലോകമാണ്. കൂട്ടുകാരെ കണ്ടെത്തുന്ന ഒരു പ്രായമെന്നാണ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. പിന്നെ കൂട്ടുകാരാണ് ലോകം മുഴുവൻ. അപ്പനും അമ്മയൊന്നും ഒരു വിഷയമല്ല. കൂട്ടുകാരെ കണ്ടാൽ ഒറ്റ പോക്കാണ്, കളിക്കാൻ പോകും, പുറത്തു പോകും. ഇങ്ങനെ സൗഹൃദം ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു പ്രായമാണ്. ഈ പ്രായത്തിൽ നമ്മൾ ആദ്യ കുർബാന സ്വീകരണം, അല്ലെ ആഘോഷമായ കുർബാന സ്വീകരണം നടത്തുമ്പോൾ സഭ എന്താണ് പറയുന്നത്? നമ്മൾ ഏറ്റവും ആശ്രയിക്കാവുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് നസ്രത്തിലെ ഈശോ. അത് നിരന്തരം ഇവരെ ഓർപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് പേരൻസിനും ബന്ധുക്കൾക്കും നമുക്കെല്ലാം ഉള്ളത്. നമ്മളൊക്കെ ജീവിതം പലത് കടന്നുപോയവരാണ്. നമ്മൾ ആശ്രയിക്കുമെന്ന് കരുതിയിരുന്ന പലരും നമ്മൾക്ക് വലിയ ആശ്രയമായിട്ടില്ല. മാനുഷിക സ്നേഹങ്ങളൊക്കെ അത്ര വിലപ്പെട്ടതല്ല, നമ്മൾ തിരിച്ചറിയും. കൂട്ടുകാരെന്ന് പറയുന്നവർ ചിലപ്പോൾ പ്രതിസന്ധി കൂടെ നിന്നിട്ടില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്. അപ്പം നമ്മൾ ഈ കുഞ്ഞിന് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ഇപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ അവർ പരിചയപ്പെടുത്തുന്നു. ഈ സുഹൃത്തിനോട് നല്ലൊരു ആത്മബന്ധത്തിലാകാം. അപ്പോൾ ഇവാൻ, വി ആർ ഇൻട്രൊഡ്യൂസിങ് യു എ ബെസ്റ്റ് ഫ്രണ്ട്. ഹു ഈസ് ദാറ്റ്? യെസ്, ജീസസ് ഓഫ് നസറത്ത്. റിലൈ ഓൺ ഹിം, ഡിപ്പെൻഡ് ഓൺ ഹിം ആൻഡ് സ്റ്റേ വിത്ത് ഹിം. അപ്പോൾ ഈശോയെ ആശ്രയിക്കുക, ഈശോയോട് ചേർന്ന് നിൽക്കുക, ഈശോയുടെ കൂടെ നടക്കുക. ഇനി മാമോദിസായിൽ നമ്മൾ ഇന്ന് അബ്രാം സഭയിലെ ഔദ്യോഗിക അംഗമായിട്ട് മാറുകയാണ്. ഈ സഭയിലെ എല്ലാ കൂദാശകളും തുടങ്ങുന്നത് വിശുദ്ധ മാമോദിസായിലൂടെയാണ്. ദൈവത്തിൻ്റെ മകനായിട്ട് മാറുന്ന ദിവസമാണ്. ബൈബിൾ പറയും, യോഹന്നാൻ ശ്ലീഹ പറയും, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താൻ. നമ്മൾ ദൈവമക്കളായി മാറുന്നത് ഈ മാമോദിസ ജലത്തിലൂടെ
സ്നാനം ചെയ്യപ്പെടുന്ന സമയത്താണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ദൈവമക്കൾ എന്നുള്ളത്. ആ ഐഡന്റിറ്റി, യഥാർത്ഥ ഐഡന്റിറ്റി കിട്ടുന്നത് ഈ മാമോദിസായിലൂടെയാണ്. അപ്പോൾ കൂദാശകളുടെ കൂദാശ എന്നാണ് മാമോദിസ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ്. ഇതിലാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം. അപ്പൊ നമുക്ക് അബ്രാമിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവനെ വിശ്വാസത്തിൽ വളർത്താൻ സോജിക്കും, അതുപോലെ വൈഫിനും, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്കെല്ലാം സാധിക്കട്ടെ. പ്രത്യേകിച്ച് അവർ ജീവിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഒരുപാട് ഭൗതികതയുടെ പ്രസരമുള്ള കാലമാണ്. വിശ്വാസത്തിൽ വളരാൻ ധാരാളം പ്രതിസന്ധികളുള്ള ഒരു നാടാണ്. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ദൈവം നൽകിയിരിക്കുന്ന 2 കുഞ്ഞുങ്ങളെ വലിയ വിശ്വാസത്തിൽ ഉറപ്പിൽ വളർത്താൻ കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങളോടുള്ള സവിശേഷമായ സ്നേഹം, സൗഹൃദം ഞങ്ങൾ അറിയിക്കുകയാണ്. ഷിറ്റോച്ചൻ എന്താണെങ്കിലും തെലുങ്കിൽ 2 വാക്ക് പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കുർബാന കഴിയുമ്പോൾ അച്ഛൻ്റെ ആ ഒരു സ്നേഹവും സൗഹൃദം അച്ഛനും പങ്കുവയ്ക്കും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എണ്ണായപ്പള്ളി കുടുംബത്തെ, കുടുംബചേട്ടൻ്റെ കുടുംബത്തെ, സൂചിയുടെ സഹോദരങ്ങളെ, അവരുടെ ജീവിത പങ്കാളികളെ, ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിൽ ഓർമ്മിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.